മോശയോട് ഇപ്രകാരം പറയുന്നു, ഞാൻ ആകുന്നവൻ ഞാൻ എന്ന് നീ പറയുക. ഞാൻ ആകുന്നവൻ ഞാൻ, ഞാൻ ആകുന്നവൻ ഞാൻ എന്ന് നീ ചെന്ന് പറയുക. ഫറവോയോട് ഞാൻ ആകുന്നവൻ ഞാൻ എന്ന് നീ ചെന്ന് പറയുക. നമ്മൾ വായിക്കുന്നു യോഹന്നാൻ 18 യേശു അവരോട് പറയുക, അത് ഞാനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താ? ഞാനാകുന്നവൻ ഞാൻ തന്നെ, ഞാൻ ദൈവം തന്നെ, ഞാനാകുന്നവൻ ഞാൻ തന്നെ, ഞാൻ ദൈവം തന്നെ എന്ന് യേശു പറയുക. ഞാനാകുന്നവൻ ഞാൻ തന്നെ, ഞാൻ ദൈവമാണെന്ന് യേശു അവിടെ പ്രഖ്യാപിക്കുക. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? അധരം തുറന്ന് സ്തുതിച്ചേ, ശക്തമായി സ്തുതിച്ചേ, എല്ലാവരും ഉണർവോടെ യേശു പറയുക, അത് ഞാനാണ്. മോശയോട് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാൻ എന്ന് നീ ചെന്ന് പറയുക. യേശു പ്രഖ്യാപിക്കുക, ഞാൻ ദൈവമാണ്, അത് ഞാനാണ് എന്ന് പറഞ്ഞ നിമിഷം അവൻ നിലപതിച്ചു. ദൈവത്തിന്റെ മഹത്വം എവിടെ ഇറങ്ങി വരുന്നോ ആ മഹത്വത്തിന്റെ മുൻപിൽ ഒരു മനുഷ്യന് നിൽക്കുക സാധ്യമല്ല. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു രൂപാന്തരപ്പെടും. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെയുമായിട്ട് യേശു താബോർ മലയിലേക്ക് പോയി. താബോർ മലയിൽ വെച്ച് യേശു രൂപാന്തരപ്പെട്ടു. വചനം പറയുന്നു, അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുവാൻ തുടങ്ങി. അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവന്റെ വസ്ത്രങ്ങൾ തൂവെള്ളയായിട്ട് മാറി. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുകയാണ്. യേശുവോട് സംസാരിക്കുക. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട് യേശുവോട് സംസാരിക്കുന്നു. ഇത് കണ്ട മാത്രയിൽ പത്രോസും യാക്കോബും യോഹന്നാനും എന്ത് സംഭവിച്ചെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്? അവർ കമിഴ്ന്നു വീണു, അവർ നിലംപതിച്ചു. ദൈവത്തിന്റെ മഹത്വത്തിന് മുൻപിൽ നിൽക്കുവാൻ സാധിക്കാതെ അവർ നിലംപതിച്ചു. ഹല്ലേലൂയ. ദൈവ മഹത്വത്തിന് മുൻപിൽ, ദൈവശക്തിക്ക് മുൻപിൽ നിൽക്കുക ആർക്കും സാധ്യമല്ല. ദൈവത്തിന്റെ മഹത്വം ഇന്ന് ഈ വചനകൂടാരത്തിൽ ഇറങ്ങി വരും. കർത്താവിന്റെ മഹത്വം ഇവിടെ ഇറങ്ങും. വിശ്വസിക്കുന്നവരുടെ കരമടിച്ചു സ്തുതിച്ച് ദൈവത്തിന്റെ മഹത്വം ഇവിടെ ഇറങ്ങുമെന്ന് അനേക ദൈവശക്തി അനുഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായത്തിന്റെ 13, 14, 15 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്റെ അനുഭവം പറയുക. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ, അവരെ പീഡിപ്പിക്കുവാനുള്ള അനുവാദമൊക്കെ മേടിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഏതാനും പേര് കൂടി ഡമാസ്കസിലേക്ക് പോയി. വചനത്തിൽ പ്രകാരം അവർ പോകുന്ന വഴിക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു മിന്നലൊളി ഉണ്ടായി. പൗലോസും അനുചരന്മാരും നിലപതിച്ചു. പൗലോസും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും നിലപതിച്ചു. ഒരു സ്വരം കേൾക്കുകയാണ്, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങി. പൗലോസ് നിലപതിച്ചു, സാവൂൾ നിലപതിച്ചു. ഈ സാവൂൾ പിന്നീട് പൗലോസായിട്ട് മാറുകയാണ്. ദൈവത്തിന്റെ ശക്തിയാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. നമ്മിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ രൂപാന്തരപ്പെടുത്തും. നമ്മളെ പുതിയ മനുഷ്യരാക്കും, പുതിയ സൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഫിലിപ്പിയർ 3:21 പറയുന്നു, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ മഹത്വമേറിയ ശരീരമായിട്ട് രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഈ ശരീരത്തെ മഹത്വമേറിയ ശരീരമായിട്ട് കർത്താവ് രൂപാന്തരപ്പെടുത്തും. വിശുദ്ധ ബൈബിളിൽ അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിന്റെ 11, 12
പൗലോസിന്റെ കരങ്ങൾ വഴി അസാധാരണമായ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു. അസാധാരണ അത്ഭുതങ്ങൾ, അസാധാരണ അത്ഭുതങ്ങൾ, ചെറിയ അത്ഭുതമല്ല, അസാധാരണമായ അത്ഭുതങ്ങൾ പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം പ്രവർത്തിച്ചു. ഈ പൗലോസ് ധരിച്ച അംഗവസ്ത്രങ്ങളും തൂവാലകളും അവർ രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്നു. അശുദ്ധാത്മാക്കൾ അവരെ വിട്ടുമാറി രോഗികളെ സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാക്കൾ വിട്ടുമാറി രോഗികൾ. എന്താ പൗലോസിന്റെ തൂവാലയ്ക്കും വസ്ത്രത്തിനും പ്രത്യേകത? പൗലോസ് ഉപയോഗിച്ച തൂവാലയ്ക്കും വസ്ത്രത്തിനും. കാരണം പൗലോസിന്റെ ഒക്കെ ശരീരം മഹത്വമേറിയ ശരീരമായിട്ട് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിന്റെ വസ്ത്രം കൊണ്ടുവന്നപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുക. ഇത് ദൈവശക്തി, പൗലോസിൽ നിറഞ്ഞ ദൈവശക്തി, ആത്മാവിന്റെ അഭിഷേക ശക്തിയാണ് അതിന്റെ കാരണം. വീണ്ടും നമ്മൾ വായിക്കുന്നു അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിന്റെ 12 വചനങ്ങൾ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവമായ കർത്താവ് പ്രവർത്തിച്ചു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും. അടുത്ത വചനം പറയുന്നു, പത്രോസ് നടന്നു വരുമ്പോൾ പത്രോസിന്റെ നിഴലെങ്കിലും അടിക്കുവാൻ രോഗികളെ കൊണ്ടുവന്ന് തെരുവോരങ്ങളിൽ കിടത്തി. അനേകം രോഗികളെ തെരുവോരങ്ങളിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുക. പത്രോസ് നടന്നു പോകുമ്പോൾ നിഴലടിക്കുവാൻ. പത്രോസ് നടന്നു വന്നപ്പോൾ നിഴലടിച്ചു. നിഴലടിച്ച രോഗികളെ സൗഖ്യം പ്രാപിച്ചു. പത്രോസിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി വഴിയായി നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിന് കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം, നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മ ശക്തി നമ്മൾ ആഗ്രഹിക്കുന്നതിന് ചോദിക്കുന്ന വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. പത്രോസിന്റെ ഉള്ളിൽ വസിച്ച ദൈവാത്മാവിന്റെ ശക്തിയുടെ പ്രവാഹം പത്രോസിന് നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാക്കൾ വിട്ടുപോവുക. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തില് നമ്മൾ വായിക്കുന്നുണ്ട് 9-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവർത്തനം 9-ല് തബീത്ത എന്ന പേരുള്ള ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുകയാണ്. യോപ്പായിലേക്ക് ആളയച്ച് പത്രോസിനെ അവർ വരുത്തി പറഞ്ഞു, ഇന്നയാൾ മരിച്ചിരിക്കുന്നു. പത്രോസ് ആ വീട്ടിലേക്ക് വന്നു. എല്ലാവരെയും പുറത്താക്കി വാതിലടച്ചു. എന്നിട്ട് പറയുന്നു, തബീത്ത നീ എഴുന്നേൽക്കുക, തബീത്ത നീ എഴുന്നേൽക്കുക. മരിച്ച അവൾ ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കുകയാണ്. പത്രോസിന്റെ കരങ്ങൾ വഴി, പൗലോസിന്റെ കരങ്ങൾ വഴി മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. ഇന്നും അത് സംഭവിക്കും. ദൈവശക്തിയുടെ പ്രവാഹത്തിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും സമൂഹമധ്യത്തിൽ സംഭവിക്കും. സംഭവിക്കുമോ? നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കണ്ടോ? കണ്ടവരെന്ന് കരം വീശി കാണിച്ച് അസാധാരണ അത്ഭുതങ്ങൾ കണ്ടവർ ഹല്ലേലൂയ. കൈയടിച്ചൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ. അടയാളങ്ങളും ഞങ്ങളുടെ കണ്ണുകൾക്ക് കാണുവാൻ ഇടയാക്കിയ ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഫിലിപ്പോസിന്റെ ഒരു ജീവിതാനുഭവം. ഒരു രഥത്തിന് ഒരു ഷണ്ണനായ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ യെശയ്യായുടെ പുസ്തകം വായിക്കുക. ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, രഥത്തോട് ചേർന്ന് നടക്കുക. ഫിലിപ്പോസ് ചോദിക്കുന്നതിന് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഫിലിപ്പോസ് ആ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ കുളത്തിന്റെ സൈഡിലെത്തിയപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് സ്നാനമേൽക്കണം. ഫിലിപ്പോസ് ആ മനുഷ്യനെ സ്നാനപ്പെടുത്തി. അതിനുശേഷം എന്താ സംഭവിച്ചത്? ആ മനുഷ്യനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി. പിന്നെന്ത് സംഭവിച്ചു? വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ വഹിച്ചു കൊണ്ടുപോയി, സംവഹിച്ചു കൊണ്ടുപോയി. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ സംവഹിച്ചുകൊണ്ട് അസോത്തൂസ് എന്ന സ്ഥലത്ത് കൊണ്ടുപോയി